ഹലോ ഗൈസ്, നമുക്കിന്ന് കുറച്ച് മത്തിക്കറി വെച്ചാലോ. നോർമലായിട്ട് വയ്ക്കുന്ന പോലെയല്ല, ഇത് കപ്പയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല എരിവുള്ള കറി. അപ്പോൾ ആദ്യം തന്നെ സവാള, കൊച്ചുള്ളി, വെളുത്തുള്ളി, നല്ല കാന്താരി അതെല്ലാം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. എല്ലാം അതിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവാളയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മാത്രം പോരല്ലോ, നമുക്ക് കറിക്ക് ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം കുറച്ച് ഭാഗത്ത് മാത്രം എത്തിയാൽ പോരല്ലോ, അപ്പം മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരടപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഇത്രയും എരിവ് ചേർത്തതല്ലേ, അത് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗ്യാസിലേക്ക് വെച്ച് അത് കുറച്ച് പറ്റി കഴിയുമ്പോൾ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി നല്ല കപ്പയും കുട്ടി കഴിച്ച് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.